സൺഡേ ഒക്കെ അല്ലേ, അപ്പോൾ ഒരു യാത്ര പോകാമെന്ന് വിചാരിച്ചു. കുറേ നാളായി വിചാരിക്കുന്ന ഒരു സ്ഥലത്താണ് ഇന്ന് പോകുന്നത്. അപ്പോൾ എവിടെയാണെന്ന് എന്തെങ്കിലും ഗസ് ഉണ്ടാവും? ശരി, ഇന്ന് നമ്മൾ അതിപ്രശസ്തമായിട്ടുള്ള ഒരു ചൈനീസ് ടെമ്പിളിലോട്ടാണ് പോകാൻ പോകുന്നത് കേട്ടോ. ഈ ചൈനീസ് ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലേഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ളൊരു ചൈനീസ് ടെമ്പിളാണ്. ഇതെന്ന് പറഞ്ഞാൽ ചൈനീസും ബുദ്ധിസ്റ്റും താവോ മതവിശ്വാസവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു ടെമ്പിളാണ് ഇതെന്ന് പറയുന്നത്. ഇത് മലേഷ്യയിലെ പെനാങ്ങിൽ പിറ്റ് സ്ട്രീറ്റ് അല്ലെങ്കിൽ ജോർജ് ടൗൺ എന്നൊക്കെ പറയുന്ന ഒരു ലൊക്കാലിറ്റിയിലാണ് ഈ ഒരു ടെമ്പിൾ ഉള്ളത്. ഈ ടെമ്പിളിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോരാനേ തോന്നില്ല. കുഞ്ഞുനാളിലൊക്കെ നമ്മൾ ഈ ബുക്കിൻ്റെ പുറത്തൊക്കെ കാണുമായിരുന്നല്ലോ, വ്യാളിയുടെയും ചൈനീസ് ടെമ്പിളിൻ്റെയും അത്തരത്തിലൊക്കെ കാഴ്ച കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ സ്ഥലത്തൊക്കെ വരണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒരു പക്ഷേ കുഞ്ഞുനാളിലൊക്കെ നമ്മൾ അത്രയും ആഗ്രഹിച്ചതായതുകൊണ്ടാവാം ഇന്ന് ഇവിടെയൊക്കെ നമ്മൾ എത്തിപ്പെട്ടതല്ലേ. ഈ ഒരു സന്ദർഭത്തിൽ എന്തായാലും ഞാൻ എൻ്റെ കെട്ടിയവനെ ഒന്ന് സ്മരിച്ചേക്കാം. ആളുണ്ടായതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെയൊക്കെ നിൽക്കുന്നത്. ഈ ചൈനീസ് ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ഫുൾ ചുവപ്പിൽ പൊതിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ചുവപ്പും സ്വർണ്ണ നിറവും ഇതാണ് ആ ടെമ്പിളിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ. അതിപ്പം റൂഫിനാവട്ടെ, ചിത്രപണികൾക്കാവട്ടെ, എല്ലാത്തിനും ഈ ഒരു ലൈറ്റ് ആവട്ടെ, ഫുൾ ലൈറ്റ് സെറ്റിങ്സും എല്ലാം നല്ല ചുവപ്പ് നിറമാണ്. നമ്മൾ കാണുമ്പം തന്നെ നമുക്ക് എന്താ പറയുക, ഒരു പ്രത്യേക ഭംഗിയൊക്കെയാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട്. ഈ ടെമ്പിളിൻ്റെ അകത്ത് കയറിയപ്പം ദൈവങ്ങളെയൊക്കെ കണ്ട് പ്രാർത്ഥിക്കണം എന്നതിലുപരി എനിക്കിതൊക്കെ കണ്ടപ്പോൾ ശരിക്കും ആകാംക്ഷയാണ് തോന്നിയത്. അവിടുത്തെ ദൈവങ്ങളുടെ ഓരോരോ വിഗ്രഹങ്ങളുടെയൊക്കെ ഓരോരോ രൂപങ്ങളായാലും അകത്തുള്ള ചിത്രപ്പണികളായാലും എന്താ പറയുക, ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ക്യൂരിയോസിറ്റിയാണ് തോന്നിയത്. അവരുടെ കൾച്ചറ്, അവരുടെ ദൈവങ്ങളുടെയൊക്കെ ഒരു ആർക്കിടെക്ചർ, അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു ഇതാണ്. ഒരുപാട് അവിടെ ഒരു ട്രഡീഷൻ പോലെയുള്ളൊരു ചടങ്ങുണ്ട്. സ്റ്റിക്ക് എന്നാണ് ആ ചടങ്ങിൻ്റെ പേര്. അതായത് ഇപ്പം നമ്മളൊരു കാര്യം പ്രാർത്ഥിച്ചിട്ട് ബൈബിളൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു വചനം വരില്ലേ, അതുപോലെയാണ് ദൈവത്തോടൊരു കാര്യം വേണോ വേണ്ടേ, അല്ലെങ്കിൽ നല്ലതാണോ നടക്കുമോ, അതെനിക്ക് സാധിച്ചു കിട്ടുമോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് അവർ ഈ ഫോർച്യൂൺ സ്റ്റിക്ക്, അവിടെ കുറേ സ്റ്റിക്ക് എരിയുന്നില്ലേ, അവർ ദൈവത്തെ പ്രാർത്ഥിച്ചിട്ട് കുറേ സ്റ്റിക്ക് ആ ചന്ദനത്തിൽ കുത്തുന്ന ആ ഒരു ഇതുമില്ലേ അതിലിങ്ങനെ കുത്തിവെക്കും. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കുലുക്കുമ്പോഴത്തേക്ക് അതിൽ നിന്നൊരു സ്റ്റിക്ക് താഴെ വീഴും. ആ ഒരു താഴെ വീഴുന്ന സ്റ്റിക്കിൽ ഇപ്പം പ്രത്യേകതരമായിട്ടുള്ള ലെറ്ററോ അല്ലെങ്കിൽ എന്താ പറയുന്ന നമ്പറൊക്കെ എഴുതും. അത് വിചാരിച്ചിട്ടാണ് അവരത് പ്രഡിക്ഷൻ ചെയ്യുന്നത്. അതായത് ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന ഉത്തരം എന്നതായിട്ടാണ് അവരതിനെ കണക്കാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആ ടെമ്പിളിൽ നിന്നപ്പോൾ ഒരുപാട് ആളുകൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടേതായ കാര്യങ്ങളൊക്കെ നടക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എനിക്കങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഞാനതങ്ങനെ ചെയ്ത് നോക്കിയില്ല. പിന്നെ അതിൻ്റെ ചുറ്റുമതിലൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, നമുക്ക് കാണാനും അതിനെപ്പറ്റി മനസ്സിലാക്കാനും ഒക്കെ. ചൈനീസ് ആയിരുന്നു ഭാഷ. ഞാൻ പിന്നെ ഒരുപാട് വായിച്ച് മനസ്സിലാക്കാനായിട്ട് മുതിർന്നതൊന്നും ഇല്ല. എനിക്ക് കാഴ്ചകൾ കാണാനായിരുന്നു ഒരുപാട് സന്തോഷം. പക്ഷേ അമ്പലത്തിൽ ഭയങ്കര പോസിറ്റീവ് വൈബാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഡ്രാഗൻ്റെയും ഫിനിക്സിൻ്റെയും ഈ ചിത്രങ്ങളിലൊക്കെ തൂണുകളിലും അകത്തും ഒക്കെ ഉണ്ടാകും. ഇതൊക്കെ ഒരു ഭാഗ്യചിത്രങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. കല്ലിലൊക്കെ കൊത്തിയ ശില്പങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതായത് ഈ ചൈനീസ് സംസ്കാരത്തിൽ ഈ ഡ്രാഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൃദ്ധിയുടെയും ശക്തിയുടെയൊക്കെ പ്രതീകമായിട്ടാണ് അവർ കാണുന്നത് കേട്ടോ. അപ്പം അതുപോലെ തന്നെയാണ് ഈ കോയ് ഫിഷ് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവരതിനെ എത്രത്തോളം കെയർ ചെയ്തിട്ടാണ് നോക്കുന്നത്. ഈ കോയ് ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൃദ്ധിയുടെ അടയാളമായിട്ടാണ് ഈ ചൈനീസുകാർ കണക്കാക്കുന്നത്. അതായത് ഈ 9 കോയ് മീനുള്ള ടാങ്കൊക്കെ വളരെ നല്ലതാണെന്ന് പറയും. അതായത് എന്താ പറയുക, 8 നിറമുള്ള മീനും ഒരു കറുത്ത മീനുമായിട്ടുള്ള അക്വേറിയം അല്ലെങ്കിൽ ആ ഒരു ടാങ്ക് വളരെ സമൃദ്ധി കൊണ്ടുവരും എന്നൊക്കെ അവർ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും ചുറ്റിനും വ്യാളി, ഫിനിക്സ്, ഡ്രാഗൺ അതിൻ്റെയൊക്കെ സിമ്പിളാണ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയെന്ന് പറയുന്നത് ഗോഡസ് ഓഫ് മേഴ്സിയാണ്. അതായത് ദയയുടെ ദേവി എന്നറിയപ്പെടുന്ന ക്വാൻ ഇൻ എന്നാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. വേറെയും കുറേ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട് കേട്ടോ. എങ്കിലും ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയെന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചുറ്റിനും വ്യാളിയും ഒക്കെയുള്ള തൂണുകളൊക്കെയാണുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചെന്നപ്പം കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു, ചൈനീസ് ആൾക്കാരാണെങ്കിലും. ഇവിടുന്ന് എനിക്കതിൽ നല്ലൊരു കൂട്ടുകാരനെയൊക്കെ കിട്ടി കേട്ടോ. ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എൻ്റെ ഫ്രെയിമിലൊക്കെ കുറേ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഒരു വീഡിയോ ഒക്കെ എടുത്തോട്ടെ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആൾ വന്ന് കുറേ പോസൊക്കെ തന്ന് നല്ലൊരു
തക്കട് മുണ്ട വാവയായിരുന്നേ. ഒരു ചൈനീസ് ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. പക്ഷെ അവനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവനെ ഈ ഫ്രെയിം നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഞാനും ഏട്ടനും ഞങ്ങളുടേതായിട്ടുള്ള കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. കുറേ നേരം ഞങ്ങളിങ്ങനെ സംസാരിച്ചൊക്കെ നിന്നു. അവിടെ കുറേ നേരമൊക്കെ ഇരുന്നു. നല്ല അവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കാൻ നല്ല പോസിറ്റീവ് വൈബാണ്. ഫോട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിൽ കാണാൻ പറ്റും, അവസാനം കാണാൻ പറ്റും. ഈ വലിയ സ്റ്റിക്ക് ഉണ്ടോ, അതും അവരുടെ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് എന്തോ തിരി കത്തിച്ച് വെച്ചിരിക്കുകയാണ്. ദണ്ഡി ഞാൻ പറഞ്ഞ തക്കട് കൊണ്ടുവാ. അവനിടയ്ക്ക് നിങ്ങൾക്ക് ഇതിലെ കൂടെയൊക്കെ കാണാം കേട്ടോ. മലേഷ്യയിൽ ഇതുപോലെ ഒരുപാട് ചൈനീസ് ടെമ്പിൾ ഉണ്ട്. എങ്കിലും ഏറ്റവും പഴക്കം കൂടിയതും ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു ചൈനീസ് ടെമ്പിളാണ്. പിന്നെ നിങ്ങൾ ഈ ഒരു കുഞ്ഞൊരു ഗോപുരം മാതിരി ഒരു ടെമ്പിൾ പോലെ കാണുന്നില്ലേ, അതിൽ ശരിക്കും പറഞ്ഞാൽ അവർ പേപ്പർ പോലെയുള്ള സാധനങ്ങളൊക്കെ കത്തിച്ചിടാറുണ്ട്. അതും അവരുടെ ആചാരത്തിൻ്റെ ഭാഗമാണ്. ഇതാണ് നമ്മൾ ടെമ്പിളിൻ്റെ ഫ്രണ്ട് വശം. അതിന് തൊട്ടപ്പുറത്തോ ഇപ്പുറത്തോ ഒക്കെ എന്താ പറയുക, ചെറിയ പുഴ പോലെയുള്ളൊരു ആംബിയൻസാണുള്ളത്. അവിടെ ഒരുപാട് മീനുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആളുകളൊക്കെ അവിടെ എന്താ പറയുന്നത്, ഫിഷിങ്ങിന് വേണ്ടിയിട്ടൊക്കെ വന്നിരിക്കുന്നത് കാണാറുണ്ട്. ഇവിടെ കുറേ എന്താ പറയുക സസ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആ സസ്യങ്ങൾക്കെല്ലാം ഒരു എന്താ പറയുന്നത് ഐതിഹ്യമുണ്ട്. ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോവേറ ചെടി, അലോവേറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ടെമ്പിളിൽ വെച്ച് പിടിപ്പിക്കുന്നത് അലോവേറയുടെ പച്ച നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർച്ചയും പുനർജന്മത്തിൻ്റെയൊക്കെ ഒരു ഐതിഹ്യമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അത് എനർജി കൊണ്ടുവരുമെന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫിലിപ്പീൻസ് ലെമൺ, ഒരു കുഞ്ഞു ചെറിയ നാരങ്ങ പോലെയുള്ളൊരു ചെടി കണ്ടില്ലേ, അതിൻ്റെ ഗന്ധം ശുദ്ധീകരണ സ്വഭാവം ഉള്ളതുകൊണ്ട് അവർ അതും ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. നല്ലതായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ആ ടെമ്പിളിന് ചുറ്റും ഇതുപോലെ ഓരോരോ ഔഷധ സസ്യങ്ങളും ചെറിയ ബുഷസും എല്ലാം അവർ വിശ്വസിക്കുന്ന ഓരോ വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എല്ലാം വെച്ചിരിക്കുന്നത്. രാത്രിയിൽ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഈ അമ്പലം. എന്താ പറയുക, ഭയങ്കര ഒരു പോസിറ്റീവ് വൈബും ഭയങ്കര കളർഫുള്ളുമാണ് ഇത് കാണാനായിട്ട്. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ മലേഷ്യയിൽ വരുവാണെങ്കിൽ ഒരിക്കലെങ്കിലും വരണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും കമൻറ്റും സബ്സ്ക്രിപ്ഷനും എല്ലാം വേണം കേട്ടോ. ഇനിയും ഇതുപോലെ ഒരുപാട് മലേഷ്യൻ ടെമ്പിളുകൾ നമ്മുടെ ഇവിടെ ഉണ്ട്. ഇനിയും ഒരുപാട് ടെമ്പിളിൻ്റെയും മലേഷ്യൻ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും എപ്പോഴും ഒപ്പം ഉണ്ടാവണേ.